KSRTCയുടെ ഉല്ലാസയാത്ര തുടങ്ങിയിട്ട് കുറേ നാളായി. അപ്പം ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യാണ് അങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ബുക്ക് ചെയ്യും, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ക്യാൻസലാവും, പിന്നെ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടില്ല. അങ്ങനെ ഇരിക്കെ കാന്തല്ലൂർ മറയൂർ ഈ ഒരു ബെൽറ്റിലേക്ക് ഒരു KSRTC യാത്ര പോകാനായിട്ട് ചാൻസ് കിട്ടിയപ്പോൾ അങ്ങ് പോയി, ലീവ് എടുത്തിട്ട്. ആൻഡ് എൻ്റെ കൂടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. പതിവ് പോലെ നേരത്തെ എണീറ്റു, പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അടിപൊളി സീനറി. ഇവിടെ നിന്നുള്ള മൂന്നാർ റൂട്ടിലേക്കുള്ള സീനറിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഗൈഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആൻഡ് ആസ് ഓൾവേസ് എല്ലാ ഹിൽ സ്റ്റേഷൻ യാത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വാട്ടർഫോൾസ്. ഇവിടെ ഒരു വാട്ടർഫോൾസ് അല്ല, കുറേ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. പാട്ടുപാടി രസിച്ച് കളിച്ച് ചിരിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് നമുക്ക് സമയം പോണത് അറിയത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. പിന്നെ ഒബ്വിയസ്ലി മൂന്നാർ റൂട്ടിലേക്കുള്ള കാഴ്ചകൾ എന്ന് പറയുന്ന അതിമനോഹരമാണല്ലോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ തേയിലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. എന്തോ കണ്ണിന് നല്ലൊരു കുളിർമ കിട്ടുന്ന പോലെ. എപ്പോഴും ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് ഗ്രീനറി ഒക്കെ കാണുമ്പോൾ ഒരാശ്വാസം. ഇപ്പം നമ്മൾ എബവ് 6000 MSL, അതാണ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു. ആ ഒരു പോയിന്റിലെത്തി കുറേയൊക്കെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ പോയി. ഒബ്വിയസ്ലി പിക്ചേഴ്സ് നമ്മൾ എടുക്കണമല്ലോ, അത് ട്രിപ്പിൻ്റെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ എടുത്തു, കുറേയൊക്കെ കാഴ്ചകൾ കണ്ടു, കുറച്ച് ഫ്രഷ് എയർ ഒക്കെ ആസ്വദിച്ചിരുന്നു. ആൻഡ് ഞാൻ KSRTCയുടെ ഈ ട്രിപ്പ് എടുക്കാൻ മെയിൻ കാരണം ഈ മറയൂരിലെ നീലവസന്തം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ ജക്കറാൻഡ ട്രീസ് അഥവാ നീലവാഗ, ആ തേയിലത്തോട്ടത്തിന്റെ ഗ്രീനറിയുടെ ഇടയിൽ കൂടി ഒരു ടോപ്പ് വ്യൂവിൽ നിന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് പേർപ്പിൾ ഫ്ലവേഴ്സ് കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മൾ യൂഷ്വലി മൂന്നാർ പോകുമ്പോൾ അങ്ങനെ കാണാറില്ലല്ലോ. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് അടുത്തത് നമ്മുടെ ജീപ്പ് സഫാരി കാണാൻ പോലായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കുരങ്ങൻകുട്ടന്മാരെയും പിന്നെ മലയണ്ണാനെയൊക്കെ ഓൺ ദ വേ നമ്മൾ കണ്ടു, ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് നമ്മുടെ സ്പോട്ട് വരുന്നത് മറയൂരിലുള്ള ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല മണമായിരുന്നു. എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ മൂക്കിൽ എനിക്ക് ആ മണം വരുന്നുണ്ട്. പിന്നെ ഒബ്വിയസ്ലി ശർക്കര ഫാക്ടറിയുടെ അടുത്ത് കരിമ്പ് ജ്യൂസും കിട്ടുമല്ലോ. അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പ് ജ്യൂസ് കുടിച്ചു. നേരെ നമ്മൾ പോയത് സ്ട്രോബെറി തോട്ടത്തിലേക്കാണ്. പക്ഷെ അതൊന്നും അത്ര ഫ്രഷ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല, അറിയില്ല അതിനെപ്പറ്റി. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഏതായാലും ഇറങ്ങാണല്ലോ, അപ്പോൾ പിന്നെ ഇവരെ കുറച്ച് സൺഫ്ലവേഴ്സ് കാണിക്കാമെന്ന് കരുതി കുറച്ച് ഒരു 4-5 സൺഫ്ലവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഭ്രമരം വ്യൂ പോയിന്റ് കണ്ടു. അതിനുശേഷം മുനിയറ കാണാൻ പോയി. ആ മുനിയറയിലേക്കുള്ള ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു ശരിക്കും ട്രക്കിംഗ് എന്ന് പറയാനായിട്ടുള്ളത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ മേലെ ഇങ്ങനെ സീനറിയും ആസ്വദിച്ച് ശാന്തമായിട്ടിരിക്കാൻ നല്ല സുഖമായിരുന്നു. അവിടെ ഒരു ചായക്കട വേണമെന്ന് തോന്നി, പക്ഷെ ഉണ്ടായിരുന്നില്ല. ഓൺ ദ റൂട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ജേണി അവസാനിപ്പിച്ചത്.